ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോയും ഓഡിയോയും തമ്മിൽ ഒരു സംബന്ധമില്ല. അപ്പോൾ വീഡിയോ ഞാൻ കുക്കിംഗ് വ്ളോഗാണ് കാണിക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആയല്ലോ, അപ്പോൾ നമുക്ക് അവിടെ ഇവിടെ കിടക്കുന്ന ബെൽറ്റും അതേപോലെ തന്നെ ID കാർഡൊക്കെ സൂക്ഷിച്ച് ആദ്യം ഒരു സ്ഥലത്ത് വയ്ക്കാം. ചൂടായതുകൊണ്ട് തന്നെ നൈസിൽ വാങ്ങിച്ചാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കുട്ടികളുടെ പറ്റിയാണ്, മൊബൈൽ അഡിക്ഷൻ. അപ്പോൾ മൊബൈൽ അഡിക്ഷൻ കൂടുതലും കൊറോണ സമയത്ത് അധികം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ സ്റ്റോറി ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും അധികം നോക്കാറില്ല. പക്ഷെ കുറേ കുട്ടികളുണ്ട്, അവർക്ക് റീഡിങ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ മാറ്റണം എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പണി ഇച്ചിരി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അരമണിക്കൂർ കൊടുക്കണതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് ഓവറായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ചിലപ്പോൾ 4-5 മണിക്കൂറൊക്കെ കൊടുക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ട് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആ കുട്ടീനെ നമുക്ക് എങ്ങനെയും കാമാക്കണം. അപ്പോൾ കുട്ടി ചോദിക്കുമ്പോഴേക്കും നമ്മൾ മൊബൈൽ എടുത്ത് കൊടുക്കും. ചിലപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ സമയം കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അത് വളരെ തെറ്റാണ് കേട്ടോ. അപ്പോൾ വേറൊരാൾ നമ്മളോടത് പറയുന്ന മുന്നേ തന്നെ നമ്മളതൊന്ന് മാറ്റിയെടുത്തേ പറ്റൂ. കാരണം സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ബുക്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇനി പഠിക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് 1-2 മാസം വരെ കുട്ടികൾ ഫ്രീ ആണ്. അപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ വീട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സമയം വളരെ കുറവാണ്, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കുക്കിംഗ് ഇച്ചിരി കൂടുതലായിരിക്കും, കാരണം കുട്ടികൾക്ക് ഫുഡ് സ്നാക്സ് അതൊക്കെ. അപ്പോൾ വീട്ടിൽ ഉള്ളപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ ഇച്ചിരി സമയം ഉള്ളതുകൊണ്ട് തന്നെ, പിന്നെ ചൂട് സമയം ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുക്കിംഗ് ചെയ്യാനും. അതേപോലെ തന്നെ ഇച്ചിരി കൂടുതൽ ടൈം ടേക്കിങ് കൂടിയാണ്. കുട്ടികളെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളുടെ അഡിക്ഷൻ എങ്ങനെ മാറ്റാം, മൊബൈലിൽ നിന്ന് എങ്ങനെ നമുക്ക് കുട്ടികളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ, രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ട് എണീക്കുന്ന സമയത്ത് എണീക്കുക. ചിലപ്പോൾ നിങ്ങൾ 5 മണിക്കാണ് എണീറ്റുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ സമ്മർ വെക്കേഷനാണ് 6 മണിക്ക് എണീറ്റോ, അല്ലെങ്കിൽ 6:30 തന്നെ എണീറ്റുകൊണ്ട് തന്നെ ബിഫോർ 10:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ലഞ്ചിൻ്റെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ആ ടൈം നമുക്ക് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, രാവിലെ എണീറ്റുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൊബൈൽ കൂടുതൽ കാണാറില്ല. പക്ഷേ എന്തെങ്കിലും ഇങ്ങനെ കോമഡി അതൊക്കെ കേൾക്കാറുണ്ട്. ഒരു സൈഡിൽ മൊബൈൽ വെച്ചിട്ട് ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ കാണണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും യൂട്യൂബിൽ കാണാം. കുട്ടികളുടെ മുന്നേ അധികം ഞാൻ കാണാറില്ല കേട്ടോ. കാരണം നമ്മൾ മൊബൈൽ കയ്യിൽ പിടിക്കുമ്പോഴാണ് അവർക്കൊരു അട്രാക്ഷൻ കൂടുന്നതും അവർക്കും ഒരു ഇൻട്രസ്റ്റ് കൂടുന്നതും. ആ മൊബൈൽ കാണണമെന്ന്, ആ മൊബൈൽ എന്താണെന്ന് നോക്കണമെന്നോ, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ കാർട്ടൂൺ കാണണമെന്നോ ആഗ്രഹം അപ്പോഴാണ് കൂടുതലും അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും അവരുടെ കൂടെ ഞാൻ മൊബൈൽ നോക്കാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. അവർ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ഞാൻ കൂടുതലും മൊബൈൽ എഡിറ്റിങ്ങും എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാൻ ഇച്ചിരി വൈകുന്നത് കേട്ടോ. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ കാണാനോ അങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങളുടെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു അരമണിക്കൂർ നിങ്ങളുടെ പണിയൊക്കെ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾ എണീക്കുന്ന മുന്നേ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ വേണമെങ്കിൽ കുട്ടികളുടെ കൂടെ തന്നെ ഇരിക്കുമ്പോൾ തുണി മടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ ടൈം സ്പെൻഡ് ആവുകയും ചെയ്യും. കുട്ടികൾക്ക് നമുക്ക് തുണി മടക്കുമ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മുടെ കൂടെ ആ പണി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതേ സമയത്ത് മൊബൈൽ നോക്കുവാണെങ്കിൽ അവർക്ക് മൊബൈൽ നോക്കാനായിരിക്കും കൂടുതലും താല്പര്യം. അതേപോലെ തന്നെ നിങ്ങൾ കുക്കിംഗ് ചെയ്യുമ്പോൾ തീയുടെ അടിക്കല്ലാതെ സൈഡിൽ മാറ്റി വെച്ചിട്ട് ഒരു കുക്കുംബറോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിങ്ങിന് ഉള്ള കാര്യങ്ങൾ നമ്മൾ കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നമുക്ക് ആ വെജിറ്റബിൾ കൊടുത്തിട്ടൊന്ന് വൃത്തിയാക്കാൻ പറയാം. വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാനോ അങ്ങനെയൊക്കെ, വെള്ളം വേസ്റ്റ് ആക്കാതെ എങ്ങനെ കഴുകണം അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവർക്ക് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അരി കഴുകുന്നത് അങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ ഒരു ബ്രഷ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതേ മോനെ ഈ ബാസ്ക്കറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരുമോ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര താല്പര്യമാണ്.
ഷൂ ക്ലീനിങ്, ബാസ്ക്കറ്റ് ക്ലീനിങ് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ പണി ആവുകയും ചെയ്യും, അവർക്കും ഒരു ടൈം പാസ് ആവും. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് സഹായിക്കാൻ, വെജിറ്റബിൾ കൊണ്ടുവരുമ്പോഴേ തന്നെ അത് സെപ്പറേറ്റ് ആക്കി വയ്ക്കാൻ, എന്തെങ്കിലും നമ്മൾ ഗ്രോസറി ഐറ്റം എഴുതാൻ വേണ്ടി പറയുവാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് 3:30-4 മണി വരെ വേറെ പണിയൊന്നുമില്ല. അതേപോലെ തന്നെ മൊബൈൽ നമ്മൾ ഇടയ്ക്ക് നോക്കാറുണ്ട്, വാട്സപ്പ് എന്തെങ്കിലും മെസ്സേജ് വന്നോ അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാതെ നമുക്ക് മൊബൈൽ നോക്കേണ്ട ആവശ്യമില്ല. പറ്റുവാണെങ്കിൽ കുട്ടികൾ ഉറങ്ങുവാണെങ്കിൽ 1 മണിക്കൂർ അവരെ ഉറക്കാൻ ട്രൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി കുട്ടികൾ നല്ല സ്മാർട്ടായിട്ട് വളരുകയും ചെയ്യും. ആ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. പിന്നെ ഉള്ളത് 4 മണി തൊട്ട് ഡിന്നർ കഴിക്കുന്നവരുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് 4 മണിക്ക് തന്നെ സ്നാക്സും ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ഡിന്നറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു 1/4-3 മണിക്കൂർ കുട്ടികൾ ടിവിയോ കാർട്ടൂൺ അങ്ങനെ വല്ലതും കാണുമ്പോൾ അതേ സമയത്ത് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ മൊബൈലിൽ ഒരു അലാറം, നിങ്ങളുടെ കൂടെ ഒരു അലാറം, അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുക, ഒരു അലാറം വെച്ചിട്ട് വേണം കൊടുക്കാൻ. കാരണം കുട്ടികളാണ്, അലാറം അടിക്കുമ്പോൾ ഓഫ് ചെയ്യും. അപ്പോൾ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ നിങ്ങൾക്ക് മൊബൈൽ കൊടുക്കാം. നിങ്ങൾ അവരുടെ കൂടെ തന്നെ കാണണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ ഒരു 1/2-3/4 മണിക്കൂർ ടി വി കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നാക്സും അതുപോലെ തന്നെ ഡിന്നർ പ്രിപ്പയർ ചെയ്യാം. അത് ചെയ്ത് വയ്ക്കുമ്പോഴേക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മളത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് 5 മണി തൊട്ട് അല്ലെങ്കിൽ 6 മണി തൊട്ട് നമുക്ക് 8-9 മണി വരെ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ കൂടെ പഠിപ്പിക്കാനോ ഹോംവർക്ക് എഴുതിപ്പിക്കാനോ കളിക്കാനൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 8 മണിക്ക് കുട്ടികളെ ഉറക്കാം. അപ്പോൾ അവരുടെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കി കഴിഞ്ഞാൽ 8 അല്ലെങ്കിൽ 9 മണി വരെ ഉറങ്ങുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ കേട്ടോ. കാരണം എല്ലാവരുടെ വീട്ടിൽ ഒരുപോലെ അല്ല. ടൈമാണെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിലും ടൈമിങ്സ് വ്യത്യാസം കാണും. അതേപോലെ തന്നെ കുട്ടികൾ ചിലപ്പോൾ കുറേ ടാൻട്രം കാണിക്കുന്നതായിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ പറയുന്ന പോലെ നമുക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് എങ്ങനെ കുട്ടികളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, മൊബൈൽ കയ്യിൽ കൊടുക്കാതെ തന്നെ നമുക്ക് അവരെ എങ്ങനെ നമ്മുടെ കയ്യിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും എന്നാണ്. കാരണം ഇപ്പോൾ മൊബൈൽ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് അതൊരു ഹാബിറ്റായി മാറില്ലേ. നിങ്ങൾ കൊടുക്കണം, പക്ഷേ അതിനൊരു ടൈം ലിമിറ്റ് വേണം. അവരെന്താ നോക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴും അവരുടെ ചുറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാവത്തുമില്ല. അവർ നമ്മൾ പറയുന്ന പോലെ കേൾക്കുകയും ചെയ്യും. അവർക്ക് നമ്മളുമായിട്ട് കളിക്കാനുള്ള ഇഷ്ടംപോലെ സമയം കിട്ടുകയും ചെയ്യും. അവർക്കും പരാതി കാണില്ല, നമുക്കും കുട്ടികളുടെ മുകളിൽ പരാതി കാണില്ല. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരും ബിസിയാണ് അല്ലേ. അപ്പോൾ കുട്ടികളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാം. കാരണം ഈ 2 മാസം മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാവും അല്ലേ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ ഇന്നത്തെ കാണിച്ച മുഴുവനും ഞാനിവിടെ തുണികൾ അടുക്കിയതും പാത്രം കഴുകിയതും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സപ്പോർട്ട് ചെയ്യണേ. ശബ്ദം ഇച്ചിരി പോയിട്ടുണ്ട്, പിന്നെയും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ. Thank you so much for watching and have a nice day.